നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്, കേരളത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാ ബാക്കി വെച്ചാൽ മൂന്നാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. മൂന്നാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഒടുക്കത്തെ വിലക്കയറ്റാണ് കേരളത്തിൽ. 2893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അതൊക്കെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല, അത് തെറ്റായൊരു അവകാശമാണ്, ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല. അവർ പറഞ്ഞു GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന്. അതെങ്ങനെ കിട്ടണം? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? GST ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷനാണ്. 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനെ പറഞ്ഞിട്ടുള്ളത്, അത് വാറ്റും 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനാണ്. അതെങ്ങനെ 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വയ്ക്കണത്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഈ കടം എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റ് കടമെടുക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട പ്രവണതയല്ല. കടത്തിന്റെ അളവും വെച്ച് കാര്യങ്ങളെ അളക്കാനും പാടില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം ഭാഗത്താണ് കിട്ടാനുള്ളത്. ഓഡിറ്റിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാകുന്ന ഞാൻ മോഡിയുടെ സാമ്പത്തിക നയങ്ങൾ പിന്തുടരും എന്നും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയണം എന്റെ ഗവൺമെന്റിന് കടമെടുക്കില്ല. ഇതൊക്കെ ഈ ക്ലീഷേ വന്ന കുറെ വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീഷേ വന്ന കുറെ വാചകങ്ങളാണ്, കുറെ ലെഫ്റ്റ് ജാർഗൻസ്. എന്താ ഷൈഡ് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായില്ലേ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനം നോക്കിയ 2024-25 10 മാസം നെഗറ്റീവായിരുന്നു. ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസം. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2212 കോടിയാണ്. അപ്പൊ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്. കിട്ടിയ മുഴുവൻ ബില്ലെവിടെ? ബില്ലോ? ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്ന 32,000 കോടിയിട്ട് കാണിക്കണം. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോകും. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.